റാഫേൽ യുദ്ധവിമാനം കൂടുതലായി ഇന്ത്യയിൽ നിർമ്മിക്കും. കൂടുതലായി ഓർഡർ ലഭിച്ചാൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തയ്യാറാണ് എന്നതാണ് ഫ്രഞ്ച് വിമാന നിർമ്മാണ കമ്പനിയായ സാഫ്രൺ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ നെഞ്ച് പിളർക്കുന്ന അല്ലെങ്കിൽ നെഞ്ചിലേക്ക് ഒരു ഭയപ്പാടിന്റെ മുറവിളി കൂട്ടിയ ആയുധങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു റാഫേൽ യുദ്ധവിമാനം. നിലവിൽ 36 റാഫേൽ വിമാനങ്ങളും 47 മിറാഷ് വിമാനങ്ങളും ഇന്ത്യക്ക് സ്വന്തമായി തന്നെ കൈവശമുണ്ട്. ഇതിന് പുറമെ തന്നെ നാവികസേനയ്ക്കായി തന്നെ 26 റാഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ ഓർഡർ നൽകി കഴിഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്വന്തമായി തന്നെ ഇന്ത്യയിലേക്ക് നിർമ്മിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഈ കമ്പനി അറിയിക്കുന്നത്. ഇതോടെയാണ് ഇപ്പോൾ ഫ്രാൻസ് ഇത്തരം ഒരു ഓഫർ, അതായത് വമ്പൻ ഓഫർ ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇന്ത്യ വിദേശ നിക്ഷേപത്തിനുള്ള സ്വപ്ന പങ്കാളിയായി തന്നെ മാറിയെന്നും പുതിയ സംരംഭം യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാൻ വഴിയൊരുക്കുമെന്നും ഇപ്പോൾ നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. റാഫേലിലെ M88 എഞ്ചിനുകൾക്കുള്ള MRO, അതായത് ആ കേന്ദ്രത്തിന്റെ തറക്കല്ലിടലും ഇപ്പോൾ ഇതനുബന്ധിച്ചുകൊണ്ട് നടന്നതായും വ്യക്തമാക്കുന്നു. 5000 ചതുരശ്ര മീറ്ററിൽ 400 കോടിയിലേറെ രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. കൂടുതൽ റാഫേൽ യുദ്ധവിമാനങ്ങൾക്കുള്ള ഓർഡറുകൾ ലഭിച്ചാൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തയ്യാറാണ് എന്നതായിരുന്നു ഫ്രഞ്ച് കമ്പനിയുടെ വാഗ്ദാനം. അങ്ങനെയെങ്കിൽ ഫ്രാൻസിന് പുറത്തുനിന്ന് ഈ സൗകര്യം ഏർപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇത്തരമൊരു സൗകര്യം അത് കൈവശപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ ഒന്ന്, അതായത് പ്രധാനമായും ഇന്ത്യ ആയിരിക്കും മുൻപന്തിയിൽ നിൽക്കുക. അതുപോലെ ഫ്രാൻസിലെ ദസോ ഏവിയേഷൻ നിർമ്മിക്കുന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾക്ക് ലാൻഡിംഗ് ഗിയർ, അതുപോലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ അത് നൽകുന്ന സ്ഥാപനമാണ് സാഫ്രൺ എന്നറിയപ്പെടുന്നത്. റാഫേൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ലിപ് എഞ്ചിനുകളുടെ പരിശീലനം, അറ്റകുറ്റപ്പണി എന്നിവയ്ക്കുള്ള കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി തന്നെ ഉദ്ഘാടനം ചെയ്ത ശേഷം അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ സുപ്രധാന ദൗത്യമായ ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഭാരതത്തിന്റെ റാഫേൽ ജെറ്റ് തകർന്നുവെന്ന പാകിസ്ഥാന്റെ അവകാശവാദം തള്ളിക്കളയുകയാണ് ഫ്രഞ്ച് നാവികസേന ചെയ്തത്. പാകിസ്ഥാന്റേത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്നും ഇത് വ്യാജ വാർത്തകളാണ് എന്നും ഫ്രഞ്ച് നാവികസേനയിലെ മുതിർന്ന കമാൻഡർ വ്യക്തമാക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാന്റെ തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും അതിനായി തന്നെ അവർ ഒരുപാട് പണം ചിലവഴിക്കുകയാണ് ചെയ്യുന്നത്. സമാനമായ അവകാശവാദങ്ങളാണ് ചൈനയും ആരോപിക്കുന്നത്. ചൈനീസ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇവയാണ് പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത്. വ്യാജ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ചൈനീസ് സോഷ്യൽ മീഡിയ ആകട്ടെ അക്കൗണ്ടുകളെയും ഫ്രഞ്ച് നാവികസേന വലിയ രീതിയിലാണ് വിമർശിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ റാഫേൽ യുദ്ധവിമാനം തകർത്തു എന്നതായിരുന്നു പാക് സൈന്യത്തിന്റെ അവകാശവാദവും. എന്നാൽ ഇന്ത്യ ഇത് ശക്തമായി തന്നെ നിഷേധിക്കുകയും പാകിസ്ഥാന്റെ വ്യാജ ആരോപണത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനുശേഷം ചൈനയെ കൂട്ടുപിടിച്ചും പാകിസ്ഥാൻ തെറ്റായ അവകാശവാദങ്ങളാണ് നൽകാൻ ശ്രമിക്കുന്നതെന്നും ഇതിന് പിന്നാലെയായിരുന്നു ഫ്രഞ്ച് നാവികസേന തങ്ങളുടെ പ്രതികരണം അറിയിച്ചുകൊണ്ട് അത്തരത്തിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.